ഈ ഒരു വീഡിയോ അത്യാവശ്യം ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ പൊതുവേ പറയുന്ന പോലെ തിയറി ഒന്നും ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള ഫോർമുലയും പിന്നെ ഒരു പ്രോബ്ലം മാത്രമേ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ കൂടുതലൊന്നും പറയുന്നൊന്നുമില്ല. ഇത് ജസ്റ്റ് ആ ഒരു ഫോർമുല പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ തിയറി ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ആ ഫോർമുല പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഭാഗമാണിത്. അതുകൊണ്ടാണ് ഞാൻ ഇത് വളരെ ഷോർട്ടായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാം. നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എടുക്കാം. പക്ഷേ ഇതിന് സത്യം പറഞ്ഞാൽ അങ്ങനെ തിയറി അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. അതാണ് ജസ്റ്റ് ആ ഫോർമുല പഠിച്ച് വെച്ചാൽ മാത്രം മതി. സോ നമുക്ക് നേരെ തിയറിയിലോട്ട് കിടക്കാം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക് ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ഇൻ 0,m. അതായത് ഹാഫ് റേഞ്ച് സൈൻ സീരീസ് 0,m എന്നുള്ളൊരു ഇൻ്റർവൽ ആയിരിക്കും നമുക്ക് തരുന്നത്. അതായത് 0,1 0,2 0,3 0,4. അതായത് 0 ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. 0 എന്ന് തുടങ്ങുന്ന ഒരു ഇൻ്റർവൽ നമുക്ക് തരും ഫംഗ്ഷനിൽ. അപ്പോൾ ആ ഒരു ഇൻ്റർവെല്ലിലുള്ള ഹാഫ് റേഞ്ച് സൈൻ സീരീസ് എന്താണ്, അതായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. സോ അതെന്താണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഡയറക്റ്റ് ഫോർമുല എഴുതാം, വേറെ ഒന്നും വേണ്ട. അപ്പോൾ ആദ്യം ഫൊറിയർ സീരീസിൻ്റെ ക്വസ്റ്റ്യനിൽ എന്താണ് പീരീഡ് എന്താണെന്ന് കണ്ടുപിടിക്കണം അല്ലേ. പീരീഡ് എന്ന് പറയുമ്പോൾ എൻഡിങ് പോയിന്റ് മൈനസ് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. ഇവിടുത്തെ എൻഡിങ് പോയിന്റ് എമ്മും സ്റ്റാർട്ടിംഗ് പോയിന്റ് 0 ആയതുകൊണ്ട് തന്നെ അതെന്താണ് പീരീഡ് എം ആയിട്ട് കിട്ടി. സോ ഇവിടുത്തെ ആദ്യത്തെ പ്രത്യേകത ഇവിടെ കുറേ വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. സോ ആദ്യത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ പീരീഡ് എന്ന് പറഞ്ഞ എം ആണ്. നേരത്തെ 2m ആയിരുന്നു പീരീഡ് അല്ലേ. ഫൊറിയർ സീരീസിൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2m = എന്ന് പറഞ്ഞിട്ട് വാല്യൂ എഴുതും. പക്ഷേ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ എഴുതുന്ന സമയത്ത് പീരീഡ് എന്ന് പറഞ്ഞാൽ m = എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായാലും നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്, ഹാഫ് റേഞ്ചിൻ്റെ കേസിൽ പീരീഡ് എന്ന് പറഞ്ഞാൽ m ആണ് വരുന്നത്. ഇനി നമുക്ക് നേരെ ഫോർമുല എഴുതാം. f(x) = നമ്മൾ പണ്ട് എഴുതിയിരുന്ന ഫോർമുല എന്തായിരുന്നു, a0 + സമ്മേഷൻ n = 1 to ∞ an cos nπ/mx പ്ലസ് സമ്മേഷൻ n = 1 to ∞ bn sin nπ/mx. ഇതായിരുന്നല്ലോ പണ്ട് എഴുതിയ ഫോർമുല. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെയുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. ആദ്യത്തെ തന്നെയുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഇവിടെ f(x) എന്ന് പറഞ്ഞിട്ട് ഈ ടേം മാത്രം മതി. f(x) എന്ന് പറഞ്ഞിട്ട് ഈ ടേം മാത്രം മതി. a0 വേണ്ട, an cos nπ/mx വേണ്ട, ജസ്റ്റ് ഈ ടേം മാത്രം മതി. ഇതാണ് ഇവിടുത്തെ ഹാഫ് റേഞ്ച് ഫൊറിയർ സൈൻ സീരീസ് എന്ന് പറഞ്ഞത്. ഇനി bn എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ എഴുതിയത് bn എന്ന് പറഞ്ഞാൽ 1/m ഇൻ്റഗ്രൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ്, എൻഡിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ m ആണ്. f(x) sin nπ/mx അതായിരുന്നല്ലോ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്ന ഫൊറിയർ സീരീസിൻ്റെ bn എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് 1/m അല്ല 2/m ആണ് വരിക. അതുമാത്രമാണ് ഇവിടുത്തെ വ്യത്യാസം. എന്താണ് 1/mന് പകരം 2/m എന്നാണ് വരിക. സോ ഈ 3 വ്യത്യാസങ്ങളാണ് ഇവിടെ വരുന്നത്. അതായത് പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, പീരീഡ് എന്ന് പറഞ്ഞാൽ m ആണ്. ഫൊറിയർ സീരീസ് എഴുതുന്ന സമയത്ത് അതെന്താണ്, അത് f(x) = ഈ ടേമാണ് വരിക, bn എന്ന് പറഞ്ഞിട്ട് ഈ ടേമാണ് വരിക. ഇത് 3 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഇതിൻ്റെ ഏത് ക്വസ്റ്റ്യനും സോൾവ് ചെയ്യാൻ പറ്റും. ഒരുപാട് തിയറി ഒന്നും അറിയേണ്ട ആവശ്യമില്ല. സോ നിങ്ങൾക്ക് ഇനി ഒന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് നേരെ ഒരു പ്രോബ്ലം ചെയ്യുന്നത് ഭയങ്കര പെട്ടെന്ന് തന്നെ മനസ്സിലാവും. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഫൈൻഡ് ദ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് ഓഫ് f(x) = e⁻x where 0 < x < 1. നിങ്ങളുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അതായത് GYMAT 101 2024 സ്കീമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഇറക്കിയ സമയത്ത് അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പക്ഷേ വ്യത്യാസം എന്താ വെച്ചാൽ അവിടുത്തെ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻ f(x) എന്ന് പറയുന്നത് e⁻x ആണ്. ഇവിടെ e⁻x ആണ്. സോ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ വളരെ എളുപ്പത്തിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആദ്യം തന്നെ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഫൊറിയർ സീരീസ് ആണെങ്കിൽ ഹാഫ് റേഞ്ച് സൈൻ സീരീസ് എന്ന് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പീരീഡ് എന്താണ്, ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം എൻഡിങ്ങിലുള്ള പോയിന്റ് മൈനസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. എൻഡിങ്ങിലുള്ള പോയിന്റ് 1 മൈനസ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ അതെന്തായിട്ട് മാറി 1 ആണ്. സോ ഞാൻ പറഞ്ഞു ഇവിടുത്തെ പീരീഡ് എന്ന് പറയുന്നത് m ആണ്, 2m അല്ല. സോ m = 1. അതാണ് ഫസ്റ്റ് എഴുതേണ്ട കാര്യം. ഇനി ഇവിടുത്തെ ഫൊറിയർ സീരീസിൻ്റെ ഫോർമുല എന്താണ്, f(x) = സമ്മേഷൻ n = 1 to ∞ bn sin nπ/mx ആണ്. അപ്പം സൈൻ സീരീസ് എന്ന് പറയാനുള്ള കാരണം എന്താണ്, ഇവിടെ സൈനിൻ്റെ ടേം മാത്രമേ ഉള്ളൂ. അതാണ് സൈൻ സീരീസ് പറയാൻ കാരണം. അപ്പം ഇവിടുത്തെ m എന്താണ്, m 1 ആണല്ലോ. അപ്പോൾ ഇതെന്തായിട്ട് മാറി n = 1 to ∞ bn sin nπ/mxൻ്റെ ഈ എമ്മിൻ്റെ സ്ഥാനത്ത് 1 കൊടുത്താൽ sin nπx എന്നായിട്ട് മാറി. സോ ഇതാണ് ഫൊറിയർ സീരീസ്. ഓക്കെ, ഇനി എന്താ കാണണ്ടേ, ഇനി bn കൂടി കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ
ക്വസ്റ്റ്യൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ബി എന്നിൻ്റെ ഫോർമുല എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 2/m ഇൻ്റഗ്രൽ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്, എൻഡിങ് പോയിന്റ് എന്ന് പറഞ്ഞാൽ m ആണ്, എഫ് ഓഫ് എക്സ് സൈൻ n/m x dx ആണ്. ഇനി m എന്നുള്ള വാല്യൂ ഇവിടെ 1 ആയതുകൊണ്ട് തന്നെ ഇതെന്തായിട്ട് മാറും? ബി എൻ ഇസ് ഈക്വൽ ടു 2/m എന്നുള്ളത് 2/1 ആണ്. സോ അത് 2 ആയി. ഇൻ്റഗ്രൽ 0 ടു m എന്നുള്ള വാല്യൂ 1 ആണ്. എഫ് ഓഫ് എക്സ് എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് e⁻x ആണ്. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു e⁻x സൈൻ n/m എന്നുള്ളത് n/x dx ആയിട്ട് മാറി. സോ ഇതിൻ്റെ ഇൻ്റഗ്രേഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ വേറൊരു കാര്യം ഞാനിവിടെ പറഞ്ഞു തരട്ടെ. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഇൻ്റഗ്രൽ e⁻ax സൈൻ bx dx ഈ ഫോമിലാണ് നിങ്ങളുടെ ഇൻ്റഗ്രേഷൻ വരുന്നതെങ്കിൽ അതിനൊരു എളുപ്പപ്പണിയുണ്ട്. അതിൻ്റെ ഇൻ്റഗ്രൽ നമുക്ക് ഡയറക്റ്റ്ലി അറിയാം. അത് ഞാൻ ഇവിടെ പറഞ്ഞു തരാം. നിങ്ങൾ അത് മാത്രം അങ്ങ് എഴുതിയെടുത്താൽ മതി. ഇൻ്റഗ്രൽ e⁻ax സൈൻ bx dx ഫോമിലാണെങ്കിൽ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഈക്വൽ ടു e⁻ax divided by a square plus b square into a sin bx minus b cos bx ആണ്. ഓക്കെ, ഈ ഫോമിലാണ് വരുന്നത് വെച്ചാൽ എന്ത് കണ്ടുപിടിച്ചാൽ മതി? അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ നോക്കിക്കേ, ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കിയേ, ഇവിടെ e⁻x ഉണ്ട്, e⁻ax ഉണ്ട്, സൈൻ n/x ഉണ്ട്, സൈൻ bx ഉണ്ട്. ഇത് രണ്ടും കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം എന്താ? ഇവിടുത്തെ a എന്ന് പറയുന്നത് 1 ആണെന്നും b എന്ന് പറയുന്നത് n/, ആണെന്നും നിങ്ങൾക്ക് മനസ്സിലാവും കമ്പയർ ചെയ്യുന്ന സമയത്ത്. അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിട്ട് മാറി? ബി എൻ എന്നുള്ള ടേം എന്തായിട്ട് മാറും? ബി എൻ ഇസ് ഈക്വൽ ടു 2 ടൈംസ് ഇൻ്റഗ്രൽ, മാറിപ്പോയി, നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ വാല്യൂ ആണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇൻ്റഗ്രൽ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതെന്തായിട്ട് മാറി? ദിസ് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ബി എൻ ഇസ് ഈക്വൽ ടു 2 ടൈംസ് ഇൻ്റഗ്രൽ e⁻ax സൈൻ bx ഫോമുലയിൽ ഇത് ചെയ്യുന്ന സമയത്ത് ഇവിടെ e⁻ax a എന്ന് പറഞ്ഞാൽ 1 ആയതുകൊണ്ട് e⁻x ഡിവൈഡഡ് ബൈ a എന്ന് പറയുമ്പോൾ 1 ആയതുകൊണ്ട് തന്നെ 1 സ്ക്വയർ പ്ലസ് b എന്ന് പറഞ്ഞത് n/, ആയതുകൊണ്ട് n/, ഹോൾ സ്ക്വയർ ഇൻറ്റു a എന്ന് പറഞ്ഞത് 1 ആണ്, 1 ഇൻറ്റു സൈൻ b എന്ന് പറഞ്ഞാൽ n/x മൈനസ് b എന്ന് പറഞ്ഞാൽ അത് n/, ആണ്, n/, ഇൻറ്റു കോസ് b എന്ന് പറഞ്ഞാൽ വീണ്ടും n/x. ഇനി നമ്മളിതിൽ നമ്മുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതൊന്നും ഒരു വൃത്തിക്കായിട്ട് നമുക്ക് എഴുതാമല്ലേ, കാരണം എന്തോ ഒരു വൃത്തികേട് പോലെ ഉണ്ട്. അപ്പോൾ നമുക്കിത് വൃത്തിയായിട്ട് എഴുതാം. അപ്പോൾ 2 ഇൻറ്റു e⁻x ഡിവൈഡഡ് ബൈ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 പ്ലസ് n/, ഹോൾ സ്ക്വയർ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇൻറ്റു 1 ഇൻറ്റു സൈൻ n/x എന്ന് പറഞ്ഞാൽ സൈൻ n/x തന്നെയാണ്, സൈൻ n/x മൈനസ് n/, ഇൻറ്റു കോസ് n/x എന്ന് പറഞ്ഞാൽ n/, ഇൻറ്റു കോസ് n/x. ഇനി ഇതെന്തായിട്ട് മാറി? 0 to 1 എന്നുള്ള ആ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നോക്കട്ടെ, 2 ഇൻറ്റു e⁻x 1 ആണല്ലോ നമ്മളിവിടെ ലിമിറ്റ് കൊടുക്കുന്നത്. 1 എന്നുള്ള ലിമിറ്റ് ഇവിടെ കൊടുക്കുന്ന സമയത്ത് ഇതെന്തായിട്ട് മാറും? 1 എന്നുള്ള ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് e⁻1 അത് ആണ്, 1/1 പ്ലസ് n/, ഹോൾ സ്ക്വയർ. വേറൊരു കാര്യം പറയട്ടെ, ഇവിടെ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ ഒരു ബ്രാക്കറ്റ് ഇടാൻ മറന്നുപോയി, എന്നിട്ട് രണ്ടാമത് ഇട്ടത്. അപ്പോൾ നിങ്ങൾ ഈ ബ്രാക്കറ്റ് ഒന്നും ഇടാൻ മറന്നു പോരുത് കേട്ടോ. ബ്രാക്കറ്റ് ഇടാനൊക്കെ മറന്നുപോയ ക്വസ്റ്റ്യൻ നമ്മുടെ ആൻസറേ തെറ്റിപ്പോവും. അപ്പോൾ ഞാനിപ്പം ബ്രാക്കറ്റ് ഇടാൻ മറന്നു, പക്ഷേ ഞാനത് പെട്ടെന്ന് തന്നെ അത് മാറ്റി എല്ലാം തിരുത്തി എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ ഇനി എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റിയാൽ അത് പെട്ടെന്ന് തന്നെ തിരുത്തി എഴുതുക. അല്ലാണ്ട് നിങ്ങൾ ഈ ബ്രാക്കറ്റൊക്കെ ഇടാൻ വിട്ടുപോയാൽ നിങ്ങളുടെ ആൻസറേ തെറ്റിപ്പോവും. സോ അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാം. ഇനി ബാക്കിയുള്ള വാല്യൂസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇതെന്തായിട്ട് മാറും? നമുക്ക് 1 എന്നുള്ള അപ്പർ ലിമിറ്റ് അവിടെ ബാക്കിയുള്ളതിൽ കൊടുക്കാം അല്ലേ. അപ്പോൾ എന്തായിട്ട് മാറി? സൈൻ ഓഫ് n/x. അപ്പോൾ എക്സിന് 1 കൊടുത്തത് എന്തായിട്ട് മാറി? സൈൻ n/, ആയിട്ട് മാറും. മൈനസ് n/, ഇൻറ്റു കോസ് n/x ആണ്. അപ്പോൾ എക്സിന് ഞാൻ 1 കൊടുത്താൽ അതെന്തായിട്ട് മാറി? കോസ് n/, ആയിട്ട് മാറും. ഓക്കെ, ഇനി അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ലോവർ ലിമിറ്റും കൂടി അപ്ലൈ ആയാലോ. ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 0 ആണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മൈനസ് 2 ഇൻറ്റു e⁻0 ഡിവൈഡഡ് ബൈ 1 പ്ലസ് n/, ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ n/x. എക്സിൻ്റെ സ്ഥാനത്ത് 0 വന്നാൽ n/, ഇൻറ്റു 0 അത് 0 ആണ്. അപ്പോൾ സൈൻ 0 മൈനസ് n/, ഇൻറ്റു കോസ് ഇവിടെ അതുപോലെ തന്നെ n/x. എക്സിൻ്റെ സ്ഥാനത്താണ് 0 ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ n/x എന്നുള്ളത് n/, 0 ആയി, n/0 ഉള്ളത് 0 ആയി. അപ്പോൾ കോസ് 0 ആയി, കോസ് 0. ഇനി നോക്കിക്കേ, ഇനി ഇത് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാല്യൂസ് ഒന്ന് നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 2e/1 പ്ലസ് n/, ഹോൾ സ്ക്വയർ
ഇൻറ്റു സൈൻ എൻ പൈൻ്റെ വാല്യൂ 0 ആണ്. ഇത് ഞാൻ ഫൊറിയർ സീരീസിൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സൈൻ എൻ പൈൻ്റെ വാല്യൂ 0 ആണ്. കോസ് എൻ പൈൻ്റെ വാല്യൂ -1 ആണ്. സൈൻ 2n പൈൻ്റെ വാല്യൂ 0 ആണ്. കോസ് 2n പൈൻ്റെ വാല്യൂ 1 ആണ്. ഇത് ഫൊറിയർ സീരീസിൻ്റെ ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ സൈൻ എൻ പൈൻ്റെ വാല്യൂ എന്തായിട്ട് മാറി? 0 -n പൈ ഇൻറ്റു കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ -1 ഇനി മൈനസ് 2 ഇൻറ്റു e⁻0. e⁻0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 ആയിട്ട്, അപ്പോൾ 2 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 2, 1/n പൈ ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ 0 എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. മൈനസ് n പൈ കോസ് 0 എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആണ്. സോ ഇത് n പൈ ആയിട്ട് മാറി. ഇനി ഇത് ഒന്നും കൂടി അറേഞ്ച് ചെയ്ത് വരുമ്പോൾ ഇതെന്തായിട്ട് മാറി? 2e1 + n പൈ ഹോൾ സ്ക്വയർ. ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ, ആ മൈനസ് ഇങ്ങോട്ടേക്ക് ഇട്ടു. അപ്പം n പൈ -1 ഇവിടെ മൈനസ് ഉണ്ട്, ഈ ഒരു മൈനസും കൂടിയായ +2/1 + n പൈ ഹോൾ സ്ക്വയർ ഇൻറ്റു n പൈ എന്ന് വരും. ഇനി കോമൺ ആയിട്ടുള്ള കുറച്ച് ടേംസ് ഉണ്ടല്ലോ ഇവിടെ, അത് ഞാൻ പുറത്തേക്ക് എടുത്താൽ 2/1 + n പൈ ഹോൾ സ്ക്വയർ. ഇവിടെ ഒരു n പൈയും കോമൺ ആയിട്ടുണ്ട്, അപ്പോൾ n പൈ ഇവിടെ എടുത്തേക്ക് എഴുതാം അല്ലേ, n പൈ. ഇനി ബാക്കി എന്താ ഉള്ളത്? ഇവിടെ n പൈ 2n പൈ / 1 + n പൈ ഹോൾ സ്ക്വയർ പുറത്തേക്ക് എടുത്ത ബാക്കി ഒരു -e ഇൻറ്റു -1 ഉണ്ടാവും. ഇവിടെ 2n പൈ / 1 + n പൈ ഹോൾ സ്ക്വയർ പുറത്തേക്ക് എടുത്ത +1 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. സോ ഇതാണ് നിങ്ങളുടെ bn. ഈ ടേമാണ് നിങ്ങളുടെ bn കിട്ടിക്കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണം? അത് നമ്മുടെ ഫൊറിയർ സീരീസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. സോ ഇവിടുത്തെ ഫൊറിയർ സീരീസ് ഇതായിരുന്നു. സോ bnൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയല്ലോ, അത് അങ്ങ് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുത്ത് സമ്മേഷൻ n = 1 to ∞. bn എന്ന് പറഞ്ഞാൽ 2n പൈ / 1 + n പൈ ഹോൾ സ്ക്വയർ ഇൻറ്റു -e -1 + 1. ഇതാണ് നമ്മുടെ bn എഴുതി കഴിഞ്ഞു. ഇനി ബാക്കി എന്താ ഉള്ളത്? സൈൻ n പൈ x ആണുള്ളത്. സോ അതും കൂടി എഴുതി കഴിഞ്ഞാൽ ഇതാ നമ്മുടെ ഫൊറിയർ സീരീസ് കംപ്ലീറ്റ് ആയി. സോ ഇതാണ് ആൻസർ. ഓക്കെ, bn എന്നുള്ളത് ഈ മൊത്തം ഉണ്ടാവും കേട്ടോ. ചിലർ bn എഴുതി കഴിഞ്ഞ് നിർത്തും അവിടെ, പക്ഷെ അങ്ങനെ നിർത്തരുത്. bn എഴുതി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സൈൻ n പൈ എക്സും കൂടി എഴുതി കഴിഞ്ഞാലാണ് ഫൊറിയർ സീരീസ് കംപ്ലീറ്റ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞാൻ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഫോർമുലയും ഒരു പ്രോബ്ലം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെങ്കിൽ ഞാൻ വേറെ തന്നെ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാനിനി ഹാഫ് റേഞ്ച് കൊസൈൻ സീരീസ് വേറൊരു സെപ്പറേറ്റ് വീഡിയോയിലാണ് എടുക്കുന്നത്. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ.